ഇന്ന് സൂപ്പറായിരുന്നു. കല്യാണത്തിന് പോയല്ലോ, നമ്മൾ കല്യാണത്തിന് പോയാൽ കുറയ്ക്കാൻ പാടില്ലല്ലോ. ഇതും എന്താ പറയാ, ഇത് ഞാൻ ഇവിടുന്ന് എടുക്കാതെ ഇവിടെ വെച്ചിരുന്ന ഒരു ചുരിദാറാണേ. കഴിഞ്ഞ ഓണത്തിൻ്റെ അല്ല, അതിന് മുമ്പലത്തെ ഓണത്തിൻ്റെ ഞാനും പപ്പ എല്ലാം കൂടെ പോയി എടുത്തു. പപ്പ എടുത്തു തന്നെ എനിക്കും. അപ്പം ഞാൻ സെലക്ട് ചെയ്തു. അപ്പം എനിക്ക് കളർ ഇഷ്ടപ്പെട്ട് എടുത്തു. പക്ഷേ ഇതിൽ ഒരുപാട് വർക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ഞാൻ എടുത്തില്ലായിരുന്നു. ഇപ്പോൾ എടുത്തു. എനിക്ക് ഈ ചൂടുള്ള തുണി ഇടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കോട്ടൺ അല്ലല്ലോ, അങ്ങനെ ഇവിടെ മാറ്റി. അപ്പം ഞാൻ പക്ഷേ ഇന്ന് രാവിലെ എന്താ ഇടുന്നേ നോക്കി തരുന്നപ്പം ഇതെടുത്ത് അങ്ങനെ ഇട്ടതാണ്. അല്ലു പ്രശാന്ത്, അല്ലു എന്ന് പറഞ്ഞാലുണ്ട്. അതെല്ലാം എൻ്റെ ആശയക്കട മോളെന്നോട് ചോദിച്ചായിരുന്നു. അവൾ 7th ആണെങ്കിലും അറിയായിരിക്കുമെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ട്. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആരും എന്താണ് ഇവിടെ പോകുന്നുണ്ടോ? ഞാൻ പോയി തിരക്കാറോ ഒന്നാമതിട്ട് പോകാൻ വെച്ചു. പക്ഷേ കേരളത്തിൽ നോക്കാൻ ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. പോകണം, എന്തായാലും പോകണം. ബഹളം വെക്കടാ ജീവിയുടെ ബഹളം വെക്കടാ ജീവിയുടെ. താങ്ക് യു. ആര് പോകുന്നുണ്ടോ അവിടെ കളറമുക്കിനോ? ഇല്ലടാ, പപ്പ എവിടെ പോയി? പപ്പ ഡൽഹി പോയടാ. ഒരു അമ്മ ഉള്ള ടൈമിൽ തീരുമാനിച്ചതായിരുന്നടാ. അവർ രണ്ടും കൂടെ പോകാൻ തീരുമാനിച്ചതായിരുന്നു. ഒരു ഡൽഹി യാത്ര നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ ഇതിൽ ഇപ്പം 15-16 പേരോളം ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഡൽഹിക്ക് പോയി. അവിടെ എല്ലാം കണ്ട് കേട്ടൊക്കെ നാളെ എത്തും. എന്നാണ് പോയത്? 30-ാം തീയതി പോയതാണ്. ഇല്ലടാന്ന് പറയുന്നുണ്ട്. പോകുന്നില്ല അല്ലേ? നേരത്തെ എവിടെ ജിമ്മിൽ പോകുന്നില്ലായിരുന്നു ആര്യ? കുഞ്ഞെന്താ ബഹളം? കുഞ്ഞ് ഭയങ്കര ബഹളമാടാ, ഭയങ്കര ബഹളം. ഇങ്ങനെ ഒപ്പിച്ചോണ്ടിരിക്കുക. അതാ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ കാര്യം. അതാ ഈ ഓണാക്കിയിട്ട് ഓഫ് ചെയ്താൽ അത്രയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറയാം. ഇപ്പോൾ അവൻ എന്തെങ്കിലും വന്ന് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞോ? എന്താണ് സ്പെഷ്യൽ? എന്താണിന്ന്? നീ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ അടുത്തത്? ഇനി ക്രിസ്മസിന് മുമ്പ് അതല്ലല്ലോ നമുക്ക്, അതിൽ മെയിനായിട്ട് അല്ലേ എന്താ പറയുക, മണ്ഡലക്കാലം. അയ്യോ വൃശ്ചികം, ഓച്ചിറ 12 വിളക്ക് ഇങ്ങനെ കിടക്കല്ലേ. ഇനിയിപ്പോൾ എല്ലാവരും ഓച്ചിറയിൽ തന്നെ ആവുമല്ലോ. ഇപ്പോൾ എങ്ങും പോകുന്നില്ല. പിന്നെ അതിന് ആയിരിക്കും വലിയ വണ്ണമൊന്നും ഇല്ലല്ലോടാ. എന്തും കഴിക്കാമല്ലോ. നിങ്ങൾ വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്ക് സത്യം ഭാഗ്യവാന്മാരാണ്. എന്തും കഴിക്കാമല്ലോ. വണ്ണം വെക്കൊന്നും പേടിക്കണ്ടല്ലോ. ഞാനൊക്കെ എന്തെങ്കിലും ഇത്തിരി കൂടുതൽ കഴിച്ചാൽ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ അറിയാനുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? അവിടുത്തെ വിശേഷങ്ങളൊന്നും ഇപ്പം അങ്ങനെ ഒരു അറിവില്ലല്ലോ. എന്തുവാ വേറെ എന്തോ ചോദിക്കണം എന്ന് വിചാരിച്ചു. ചേച്ചി ലൈവ് നമുക്ക് സബ് ഓൺലി ആക്കിയാലോ? ഒരു പരിധി വരെ ചെറിയന്മാരെ തടയാൻ കഴിയും. ഞാനിത് ഒരു മാസത്തിന് മുമ്പ് ചിന്തിച്ച് 1-2 പേരുടെ ലൈവ് കണ്ട്. പിന്നെ അതേപോലെ പിന്നെ ഒരു ടെക് ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടടാ. പക്ഷേ ഞാൻ വിചാരിച്ചേ ഇനി അത് കാരണം ലൈവിൽ നമുക്ക് ഒന്നാമത് ആളില്ലല്ലോ, കുറവോ എന്ന് വിചാരിച്ചു. പക്ഷെ നമുക്കൊരു ആഴ്ച അങ്ങനെ ഓടിച്ചു നോക്കാമായിരുന്നല്ലേ? നന്നായി കഴിക്കും, ഫുഡിനോട് ആർത്തി ആയതുകൊണ്ടാകും വണ്ണം വയ്ക്കാത്ത. അപ്പം ഞാനോ
അപ്പം ഞാൻ നന്നായിട്ട് കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് നന്നായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അത്രയും അറിയാനുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പണ്ട് പറയത്തില്ലേ, പച്ചവെള്ളം കുടിച്ചാലും മണ്ണ് വെക്കുന്നു, അങ്ങനെ ഒരു ശരീരപ്രകൃതമായിപ്പോയി. ആര്യൊക്കെ ഭാഗ്യവതിയാണെന്നേ പറയൂ, എന്തും കഴിക്കാലോ. ഞാനിപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് എത്ര ആയെന്നറിയോ? അത് അപ്പം ഞാൻ ഒരു ലൈവിൽ പോയി. ഫസ്റ്റ് ടൈം ഞാൻ ആ ഒരു ലൈവിൽ പോയായിരുന്നു. അപ്പോഴും അവിടെ സബ് ഓൺലിയായിരുന്നു. പിന്നെ സബ് ചെയ്തതിന് ശേഷമാണ് ചെറിയ വന്നല്ലോ ഇനി സബ് ചെയ്യാൻ പോകുന്ന പറഞ്ഞ് കയറാണ്ടിരിക്കുമോ, നമുക്ക് നോക്കിയാലോ? നാളെ ഒന്ന് നോക്കാം ഇല്ലേ? ഒരു 3 ദിവസം ഒന്ന് നോക്കിയാലോ? പിന്നെ മാറ്റാൻ പറ്റില്ലേ? അത് പോകുന്നുണ്ടോ? എടാ പോണോടാ, ഞാൻ 1-ാം തീയതി തൊട്ട് പോകണമെന്ന് വിചാരിച്ചേ പോകണം. ഇപ്പം ലൈവ് ഞാൻ വൈകിട്ട് 7:30 കൂടെ ആക്കിയത് കാരണം അപ്പോൾ ആ ടൈമിൽ പോവാൻ പറ്റുന്നില്ല. പിന്നെ ലളിത ചേച്ചിക്ക് തിരുവാതിര തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആകെപ്പാട് കൺഫ്യൂഷനായി. ഉച്ചയ്ക്ക് വൈകിട്ട് 4:30 തൊട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചൊരു 4:30 ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് തിരിവരുന്നത്. അത്രയും നേരം പിന്നെ ആരെങ്കിലും ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ പോയിട്ട് വരാമായിരുന്നു. വേറെ വെക്കാടാ കൂരിപ്പാ. പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ? 1 മണിക്കൂർ ആവാറായി. ചേച്ചി ആത്മാർത്ഥമായി കമന്റ് ഇടാൻ വരുന്നവർ ആണെങ്കിൽ സബ് ചെയ്തേ കമന്റ് ഇട്ടോളൂ. അതെ, നമുക്ക് നോക്കിയാലോ? നമുക്കൊരു 3 ദിവസം നോക്കാം അല്ലേ? ഇന്ന് വൈകിട്ടത്തെ ലൈവ് ഔട്ട് ചെയ്താലോ? മഹേഷ് അണ്ണനെ അറിയുമോ? അവര് അവിടെയാണല്ലോ വീട് വാങ്ങിയത്. എവിടെയാടാ വീട്? മഹേഷ് അണ്ണനെ? മഹേഷോ? നിങ്ങളുടെ ബന്ധുവല്ലേ? രോണിയമ്മയുടെയൊക്കെ ബന്ധുവല്ലേ മഹേഷ് എന്ന് പറയുന്നത്? ആ ഗോപി എന്നൊക്കെ പറയുന്ന അവിടെ എങ്ങാണ്ട് അല്ലേ? എവിടെ വീട് വാങ്ങി? അതെ, ഇന്ന് രാത്രി നമുക്ക് ട്രൈ ചെയ്യാൻ സജിയെ. അതെ. അവരെവിടെയാടാ വീട് വാങ്ങിയത്? എനിക്കത് മഹേഷൻ്റെ വൈഫിനെ അറിയത്തില്ല, എനിക്ക് മഹേഷനെ മാത്രമേ അറിയത്തുള്ളൂ. മഹേഷ് കലേഷ് ഇല്ലയോ? പ്രിയന്റെ വീട് ഇവിടോ? പ്രിയന്റെ വീടിന് എവിടെ? വീടില്ലല്ലോടാ. വീട് വാങ്ങിയ അവര് എവിടെ? പ്രിയന്റെ വീടിന്റെ ബാക്കിലാണോ പുതിയ വീട് വെച്ചതോ? എനിക്കറിയില്ല. ആരെയൊക്കെ അങ്ങോട്ടൊക്കെ വരുമെന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം എനിക്ക് പോവാനും ഒരു കൂട്ടാവുമല്ലോ. ആരെയൊക്കെ ഇങ്ങോട്ടെങ്ങാനൊക്കെ വരുന്നുണ്ട്? അവരുടെ വീട്ടിൽ വരുമോ ആര്യ? ആ വഴി പോകുമ്പോൾ ആണെന്ന് പറഞ്ഞു. അതെയോ? എടാ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നി നമ്മുടെ ചാലിന്ന് ഇങ്ങോട്ട് വരത്തില്ലയോ? ആ റൂട്ടായിരിക്കും. കേട്ടപ്പാ, ഫോൺ എടുക്കരുത്, പോവും. അന്നേരം പ്രിയ ആ റോഡ് വരുന്നത് പ്രിയന്റെ വീടിന്റെ ബാക്കിലൂടെ വന്ന് ഞങ്ങളുടെ റോഡിൽ വന്ന് കയറും. അവിടെ ആയിരിക്കും. അനീഷേട്ടനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, അവിടെ ആരെങ്കിലും അറിയോ? ഈ മഹേഷ് ചേട്ടനെ ചിലപ്പോൾ അനീഷേട്ടനെ കണ്ടാൽ ആരെങ്കിലും പേര് ഓർത്തിരിക്കുന്നില്ലായിരിക്കും. ഇല്ല, അവരുടെ ഹൗസ് വാമിങ് താമസം ആവാൻ പോകുന്നതേ ഉള്ളല്ലേ? ഓക്കെ. ഏതാ വീടായിരിക്കും? ബാക്ക് ഉള്ളിലാണോ? എനിക്കറിയില്ല. ആരോട് ചോദിക്കാനാ? ഡിസംബർ 6 എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ അതിനുള്ളിൽ കുറേ വീടുകൾ വെക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു റോഡില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ശ്യാംകുട്ടൻ്റെ ശില്പയില്ലേ, ശില്പയുടെ വീടിൻ്റെ ബാക്കിലൂടെ
പിന്നെ അതായത് ബാക്കിലൂടെ വന്ന് ഒരു റോഡുണ്ട്, ചെറിയ റോഡ്, കോൺക്രീറ്റ് റോഡാണ്. അത് വന്ന് കയറുന്നത് പ്രിയൻ്റെ വീടിൻ്റെ ബാക്കിലാണ് വന്ന് നിൽക്കുന്നത്. അന്നേരം അവിടെ ആ ഇടവഴിയിൽ കുറേ വീടുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ വീട് വെക്കുന്നുണ്ട്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലോട്ടായിട്ട് തിരിച്ചിട്ട്. അവിടെ ആയിരിക്കും, അല്ലാണ്ട് ഇപ്പുറത്തെ സൈഡിലൊന്നും ആവാൻ വഴിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാളുവിനെ അറിയാം, ആ ചേച്ചിയും പോകാനിരിക്കുവാണ്. അത് എന്നെ അറിയാം ഇല്ലേ?